റോസ് ചാറ്റ്സ് ആൻഡ് സ്റ്റോറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനലിൽ ആദ്യം ഞാനൊരു വീഡിയോ മെനഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായി. എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നിപ്പം ഞാനിങ്ങോട്ട് വന്നപ്പം മോനാണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു വ്ളോഗെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ എന്ന് വെച്ചാൽ GK ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ എഡിറ്റിംഗ് ആവശ്യമുണ്ട്, കുറേ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് അത്രയും സമയമൊന്നും സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിപ്പം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഈ ഒരു ചാനൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. എന്തെങ്കിലും സ്റ്റോറീസൊക്കെ വായിച്ചിട്ടും അതുപോലെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടും അതും നടന്നില്ല. പിന്നെ എൻ്റെ മറ്റേ ചാനലിലും എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും, ഇന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഒന്നും നടക്കാറില്ല. പക്ഷേ ഈ ചാനലിൽ ഞാൻ ഒന്നും എഴുതി വെക്കാറില്ല. എന്താണോ എൻ്റെ മനസ്സിൽ വരുന്നത് അതുപോലെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ഒരു പള്ളിയിൽ ഇവിടെ പെരുന്നാളാണ്. അപ്പോൾ ആ ഒരു പെരുന്നാളിൻ്റെ പാട്ടുകളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ഈ ഒരു 2 ദിവസം, ഇന്ന് ഞാനിപ്പം 28-ാം തീയതിയാണ്, നവംബർ 28. അപ്പം 29-30 കഴിയുമ്പോഴത്തേക്ക് നവംബർ മാസം കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് ഡിസംബർ 31 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വർഷവും കഴിയും. അപ്പം എത്ര പെട്ടെന്നാണ്, ഞാൻ ആലോചിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ഓരോ ദിവസവും പോകുന്നത്, ഒരു വർഷം ഒക്കെ എത്ര പെട്ടെന്ന് പോകുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതുകൊണ്ട് ഇന്നലെ ആണ് 2025 സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്നാണ് ഓരോ സമയം പോകുന്നത്. അപ്പോൾ സമയം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം ഞാൻ ആ ഒരു വർഷം, അതായത് 2025 ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു ഈ ചാനലിൽ എല്ലാ 2 ചാനലുകളിലും വീഡിയോസ് റെഗുലറായിട്ട് ഇടണം, ചാനൽ മോണിറ്റൈസ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ നടന്നിട്ടില്ല. ആ ചാനലിൽ ഇടയ്ക്ക് പിന്നെ ഒരു 3-4 വീഡിയോസ് ഇട്ടെങ്കിലും പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഈ ചാനലിലും എനിക്കൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറേയൊക്കെ പറയാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞാലും കുറേയൊക്കെ നമ്മളുടെ ഒരു ഉദാസീനതയൊക്കെ അതിന് കാരണമാണ്. അത്ര സമയമില്ലെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു മടി കൊണ്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും. നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സമയങ്ങളങ്ങ് പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഒരു വാസ്തവം. പിന്നെ എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ, താമസിച്ചാലും ചെയ്യാം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാവരും മിക്കവരും ഇതുപോലെയാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കാറില്ല അല്ലേ, നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അതാണ് വാസ്തവം. നമ്മളുടെ ഒരു സ്വപ്നമുണ്ട്, പക്ഷേ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമാണ്. സ്വപ്നത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് റിയാലിറ്റി എന്ന് വെച്ചാൽ. സ്വപ്നത്തിൽ നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യം വേണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിൽ ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. എനിക്കറിയത്തില്ല ഇത് ആരൊക്കെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ മാറും, എവിടെ മാറണം ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളുടെ ചുറ്റും നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലായാലും ഒരുപാട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗങ്ങളാണ് നമ്മുടെ ചുറ്റിലും എന്നുള്ളതാണ്. അപ്പം ഒരു കോമ സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരു രോഗി, ഒരു പ്രതീക്ഷയില്ലാതെ കോമ സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ഇമയൊന്ന് അനങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിരലൊന്ന് ചലിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രതീക്ഷയില്ലേ. അതുപോലെയാണ്, അതൊരു ജീവൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. അതുപോലെയാണ് നമ്മളുടെ ചുറ്റിലും നമുക്ക്
അനങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായ, നമ്മളുടെ കൺട്രോളിലല്ലാത്തതായ കാര്യങ്ങളുണ്ടായിരിക്കും. അത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതാണ് സത്യം. നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമയൊന്ന് അനങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലിൻ്റെ ഒരു വിരലൊന്ന് അന്ന് ഞൊടിച്ചാൽ അതൊരു ജീവൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. അതുപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എൻ്റെ ചുറ്റിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജോലിയുടെ സംബന്ധമായിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. ചിലപ്പം മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അവരായിരിക്കാം. നീ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട്, അത് നിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളായിരിക്കും നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒക്കെ എന്താണ് ചെയ്യാത്തത്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ തകർന്ന അവസ്ഥയിൽ വീണ്ടും തകർന്ന് കിടക്കുന്ന ഒരവസ്ഥകളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വിചാരിക്കുക നമുക്ക് പറ്റും, എഴുന്നേൽക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യങ്ങൾ, ഒരു കുഞ്ഞു കാര്യം നമുക്ക് ചെയ്യാം, അതായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു 2025 എന്ന് പറയുന്നത് തീരാറായി. ഒരു മാസം ഒരു 30 കൂടിപ്പോയാൽ ഒരു 33 ദിവസം കൂടെ കഴിയുമ്പം പുതിയൊരു വർഷമാണ്. അതും ആ വർഷവും പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരിക്കാം, എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യമെങ്കിലും ചെയ്യണം എന്ന് നമ്മളൊന്ന് വിചാരിക്കുക, അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ സ്വപ്നം കാണുക, നമ്മളൊരു ചെറു വിരലെങ്കിലും നമ്മളൊന്ന് അനക്കുക. അതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇനഫ്. അത് തന്നെ ധാരാളം. അതേ നമുക്ക് പറ്റുന്ന, അതിൽ നമ്മൾ തൃപ്തരാകുക. ഇടയ്ക്ക് വെച്ച് റെക്കോർഡൊന്ന് കട്ടായിപ്പോയി. അപ്പോൾ എവിടെ വെച്ചോ ഞാനൊന്ന് നിർത്തി, എവിടെ കട്ടായെന്നറിയില്ല. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു. ഒരു പരസ്പര ബന്ധമൊന്നുമില്ല. ഇതാരൊക്കെ കേൾക്കുന്നവരുടെ മനസ്സിൽ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് വേറെ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും, വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല ഞാൻ ഈ ചാനൽ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ നിർത്തുന്നു.